ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണം. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. അതിനൊരു പരിഹാരമാണ് ഈ നിയമപുസ്തകമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പറഞ്ഞു. 2012 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അതും ടീനേജ് കാലഘട്ടമായി ആ നിയമം പോലും. പക്ഷേ ആ നിയമത്തിന്റെ പ്രത്യേകത, അതിന്റെ ആവശ്യകതയെ കുറിച്ച് പല സ്ഥലങ്ങളിലും അതിൻ്റെതായ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അനുസരിച്ച് അതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സേഫ് ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി 2012 പോക്സോ നിയമം പാസാക്കിയത്. പോക്സോ പ്രത്യേക കോടതി ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് വിശിഷ്ട അതിഥിയായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയ്ശീലൻ പോൾ DEO ഷീബ മുഹമ്മദിന് പോക്സോ നിയമം പുസ്തകം കൈമാറി. യോഗത്തിൽ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് SS സനീഷ്, പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PV വാഹിദ തുടങ്ങിയവരും പങ്കെടുത്തു.